സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഖുർആനിലേക്ക് വിളിക്കുമ്പോ മുൻഗാമികളെയും വിട്ട് പോകാൻ പറ്റുമോ? ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞെടുക്കുമോനെ ഇസാലെടുക്ക്. യഹൂദി ചാരന്മാരായ മൗലൈമാര് വന്നിട്ട് ഇസ്ലാം മതം തകർക്കുമ്പോ ഞങ്ങൾ ഇമാമിങ്ങളെ പിടിച്ചത് വെറുതെ അല്ല, ഈ ചാരന്മാരെ നേരിടാൻ ഞങ്ങൾക്ക് ഇമാമിങ്ങൾ വേണം. അവരാണ് ഖുർആൻ മനസ്സിലാക്കിയവര്. ഷാഫി ഇമാം തങ്ങൾ പറയുന്നത് കേട്ടോ നിങ്ങള്. ഷാഫി ഇമാമിനോട് ചോദ്യം. قال لي قائل قد فهمت مذهبك في احكام الله ثم احكام رسوله. ഷാഫി ഇമാമിനോട് ഒരാൾ പറയാ, നിങ്ങളെ മദ്ഹബ് ഞാൻ മനസ്സിലാക്കി, അള്ളാന്റെ റസൂലിന്റെ നിയമം മനസ്സിലാക്കുന്ന വിഷയത്തിൽ. فما حجتك في ان تتبع ما اجتمع الناس عليه مما ليس فيه نص حكم الله حكم لله ولم يحكوه عن النبي اتزعم ما يقول غيرك ان اجماعهم لا يكون ابدا الا على سنه ثابته وان لم يحكوها. എന്താ പറഞ്ഞതറിയോ? ഞാൻ ചുരുക്കി പറയാം. ഖുർആനും സുന്നത്തും ഒരു മുജ്തഹിദായ പണ്ഡിതൻ നിയമം കണ്ടെത്തുമ്പോൾ സ്വീകരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്നാൽ ഇജ്മാഉം സ്വീകരിക്കണമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? സലഫി പറഞ്ഞ പോലെ രണ്ടെണ്ണം മാത്രമല്ലല്ലോ പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് എന്താണ് തെളിവ്? ഷാഫി ഇമാമിനോട് ചോദിക്കാൻ. എന്നിട്ട് ഷാഫി ഇമാമിനോട് ഒരു ചോദ്യം കൂടി. നിങ്ങളല്ലാത്ത വേറെയും പണ്ഡിതന്മാരൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത് ഇജ്മാ ഉണ്ടെങ്കിൽ അതെന്തായാലും സ്വീകരിക്കണമെന്നാ. എല്ലാവരും മുസ്ലിം ലോകം ഒന്നായിട്ടൊരു കാര്യം ചെയ്യാണോ അംഗീകരിക്കണോ അത് സ്വീകരിക്കണമെന്നാ. അങ്ങനെ മുൻഗാമികൾ ഒന്നടങ്കം ചെയ്തത് സ്വീകരിക്കണം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, പണ്ഡിതന്മാര് പറയുന്നു. അവര് പറയുന്നുണ്ട് അത് നമ്മൾ റസൂലുള്ളാഹിന്റെ ഹദീസ് കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ മുൻഗാമികൾ കണ്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അവർ പറയുന്നുണ്ട്. അത് നിങ്ങളും പറയുന്നുണ്ടോ? അത് പറയാതെയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അവസാനം ഷാഫി ഇമാം തങ്ങൾ പറയാണ്, ഫകുന്നാ, അതേ നമുക്ക് പറയാനുള്ളത്, അമ്മാ മജ്തമഉ അലൈഹി, അതാ മുൻഗാമികൾ യോജിച്ച കാര്യം. فذكروا انه حكايه عن رسول الله فكما قالوا ان شاء الله, അത് റസൂലുള്ളാഹിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയതാണെന്ന് അവർ പറഞ്ഞാൽ അങ്ങനെ തന്നെ. വഅമ്മാ വല്ലം യഹ്കൂഹു, റസൂലുള്ളാഹിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ ഫഹ്തമല അൻ യകൂന ഖാലൂ ഹികായത്തൻ അൻ റസൂലില്ലാഹി വഹ്തമല ഗൈറഹു, അത് ചിലപ്പോൾ റസൂലുള്ള പറഞ്ഞത് തന്നെയാകാം, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയതാകാം. വലാ യജൂസു അൻ നഉദ്ദഹു ലഹു ഹികായത്തൻ, അത് റസൂലുള്ളാഹിയിൽ നിന്ന് കിട്ടിയതാണ്, റിവായത്ത് കിട്ടിയതാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയോ? അതാ വിശദീകരിച്ചിട്ട് അവസാനം പറയാണ്, ഫകുന്നാ നഖൂലു ബിമാ ഖാലൂ ബിഹി, മുൻഗാമികൾ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളും പറയും. ഇത്തിബാഅൻ ലഹും, ആ മുൻഗാമികളെ തുടരൽ നിർബന്ധമാണ്. ആ മുൻഗാമികളെ തുടർന്നുകൊണ്ടല്ലാതെ നമ്മൾ പറയൂല. വനഅലമു അന്നഹും ഇദാ കാനത് സുനനു റസൂലില്ലാഹി ലാ തഅസ്ബു അൻ അമ്മത്തിഹിം വഖദ് തഅസ്ബു അൻ ബാദിഹിം, ഏതെങ്കിലും ഒരാൾക്ക് റസൂലുള്ള പറഞ്ഞ് കിട്ടിയില്ലെങ്കിലും ഒരാൾക്കും കിട്ടാതിരിക്കുക എന്നതുണ്ടാകൂല. വനഅലമു അന്ന അമ്മത്തഹും, നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ ലാ തജ്തമിഉ അലാ ഖിലാഫിൻ ലിസുന്നത്തി റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ നടപടിക്കെതിരെ വലാ അലാ ഖതഇൻ, ഒരബദ്ധത്തിലും മുസ്ലിം സമുദായം ഒന്നടങ്കം യോജിക്കൂല. മുസ്ലിം സമുദായം ഒന്നടങ്കം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അബദ്ധമാകൂല. അവസാനം മഹാനവറുകൾ പറയാണ്, വമൻ ഖാല ബിഹി തഖൂലു ബിഹി ജമാഅത്തുൽ മുസ്ലിമീന, മുസ്ലിം കൂട്ടായ്മ, മുസ്ലിം ജമാഅത്ത് എന്താണോ പറയുന്നത്, ഫഖദ് ലസിമ ജമാഅതഹും, അത് സ്വീകരിക്കുന്നവൻ, മുസ്ലിം സമുദായത്തിന്റെ കൂട്ടായ്മ പറയുന്നത് പോലെ നീങ്ങുന്നവൻ, അവൻ സുന്നത്ത് ജമാഅത്തിലെ മുസ്ലിം കൂട്ടായ്മ പിന്തുടർന്നവൻ തന്നെ. വമൻ ഖാലഫ മാ തഖൂലു ബിഹി ജമാഅത്തുൽ മുസ്ലിമീന, മുസ്ലിം സമുദായം ഒന്നടങ്കം പഠിപ്പിക്കുന്ന കാര്യം അതിനെതിരെ വല്ലവനും പറഞ്ഞാൽ ഫഖദ് ഖാലഫ ജമാഅതഹുമുല്ലതി ഉമിറ ബിലുസൂമിഹാ, മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടായ്മ മുറുകെ പിടിക്കണമെന്ന് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതിനെതിരായി അവൻ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവനാണ്. ഭിന്നിപ്പുണ്ടാകുമ്പോഴാണ് പലപ്പോഴും അപകടത്തിൽ പോയി വീഴുന്നത്. അമ്മൽ ജമാഅത്തു, മുസ്ലിം സമുദായം ഒന്നടങ്കം, ഫലാ യുംകിനു ഫിഹാ കാഫത്തൻ ഗഫലത്തുൻ അൻ മഅനാ കിതാബിൻ വലാ സുന്നത്തിൻ വലാ ഖിയാസിൻ ഇൻഷാ അല്ലാഹ്, മുസ്ലിം സമുദായം ഖുർആനിൽ നിന്ന് ഒന്നടങ്കം അകന്നു പോകൂല, സുന്നത്തും അകന്നു പോകൂല, ഖിയാസും അകന്നു പോകൂല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ചെയ്തു വരുന്ന ഒരു കാര്യം അത് സ്വീകരിക്കണം എന്നതിന്
ഒരു തെളിവും പറയേണ്ടതില്ല. ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് തെളിവ് പറഞ്ഞിട്ടുമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ്, അലാ ഫമൻ സർറഹു ബഹബഹത്തുൽ ജന്നതി ഫൽയൽസമിൽ ജമാ. ആർക്കെങ്കിലും സ്വർഗത്തിൽ കടക്കണോ അവൻ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കട്ടെ, മുൻഗാമികൾ ചെയ്തത് തന്നെ ചെയ്യട്ടെ. ഓ മുസ്ലിമീങ്ങളെ, അത് റസൂലുള്ളാഹിന്റെ പ്രസ്താവനയാണ് കേട്ടോ. അത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിച്ച് സ്വർഗത്തിലെത്തേണ്ടവൻ ശാഫി ഇമാം പറഞ്ഞ മുൻഗാമികളെ പിന്തുടരുക എന്ന അതേ ആശയത്തിൽ തന്നെ മുറുകെ പിടിച്ച് പോകണം കേട്ടോ.